ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക ജെയ്ഷെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ അറിയിച്ചു. പാകിസ്ഥാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഭീകരവാദികൾക്ക് നൽകുന്ന സഹായം നിർത്തലാക്കണം. ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി UN സുരക്ഷാ കൌൺസിലിൽ വെച്ചു. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് വർദ്ധിക്കുന്നു. പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക ഇന്ത്യൻ നടപടികളെ പിന്തുണച്ച് രംഗത്തെത്തി. തീവ്രവാദികൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ നിർത്തലാക്കണം. സ്വന്തം മണ്ണിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയാണ് വേണ്ടതെന്നും അമേരിക്ക പാകിസ്ഥാനോട് പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംബെ ഇന്ത്യൻ നടപടിയെ പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കി. ജെയ്ഷെ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും അതിർത്തി കടന്നുള്ള അക്രമങ്ങൾ അവസാനിപ്പിച്ച് ചർച്ചകളിലേക്ക് വരണമെന്നും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും സംയുക്തമായി UN സുരക്ഷാ കൌൺസിലിൽ മുന്നോട്ട് വച്ചത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു. ചൈന മാത്രമാണ് എതിർക്കുന്നതെങ്കിലും പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നിലപാട് മാറ്റിയെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം ഇന്നും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ സൈനിക നടപടികൾ ഉണ്ടായി. പൂഞ്ച് സെക്ടറിലെ കൃഷ്ണഘാട്ടി സെക്ടറിൽ പുലർച്ചെ 6 മണിക്ക് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടിയുതിർത്തു. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചതോടെ പാക് സൈനികർ പിൻവാങ്ങി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയെ പരിഹസിച്ച് RSS സംഘചാലക് മോഹൻ ഭാഗവതാണ് സൈന്യത്തിന്റെ ശേഷിയെ പരിഹസിച്ചത്. യുദ്ധത്തിനോ തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസമെങ്കിലും വേണമെന്നും സ്വയം സേവകർക്ക് 3 ദിവസം മതിയെന്നുമാണ് മോഹൻ ഭാഗവത് അപഹസിച്ചത്. ഇന്ത്യൻ സൈന്യത്തെ അപഹസിച്ച് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് സൈന്യത്തിന്റെ ശേഷിയെക്കുറിച്ച് പരിഹസിച്ചായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പ്രസംഗം. ആക്രമണത്തിനോ യുദ്ധത്തിനോ തയ്യാറാകാൻ ഇന്ത്യൻ സൈന്യത്തിന് 6-7 മാസം വേണമെന്നും സ്വയം സേവകർക്ക് വെറും 3 ദിവസം മാത്രം മതിയെന്നുമായിരുന്നു മോഹൻ ഭാഗവത്തിന്റെ പരിഹാസം. ഇത്തരം ഘട്ടങ്ങളിൽ ഭരണഘടന അനുവദിക്കുകയാണെങ്കിൽ മുന്നിൽ നിൽക്കാൻ സംഘപരിവാർ തയ്യാറാണെന്നും മോഹൻ ഭാഗവത് പ്രസംഗത്തിലൂടെ പറഞ്ഞു. ആർമിയിലേക്ക് ഒരാളെ പരിശീലിപ്പിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കുമെന്നും RSS ശൈലിയിൽ അത്രയും ആവശ്യമില്ലെന്നും മോഹൻ ഭാഗവത് പറയുന്നു. ബീഹാറിലെ മൂസർപൂരിൽ RSS പരിപാടിയിലാണ് മോഹൻ ഭാഗവത്തിന്റെ വിവാദ പ്രസംഗം. RSS തലവന്റേത് മുഴുവൻ ഇന്ത്യക്കാരെയും അപമാനിക്കുന്ന നടപടിയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞു. വിവാദ പ്രസംഗത്തിലൂടെ മുഴുവൻ സൈനികരെയുമാണ് മോഹൻ ഭാഗവത് അപമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. അതിർത്തിയിലെ സംഘർഷത്തിൽ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അവസരം BJP രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നും കോടിയേരി പറഞ്ഞു. സർക്കാരിനെ വിമർശിക്കുന്നത് സൈന്യത്തെ വിമർശിക്കലല്ലെന്നും കോടിയേരി പെരുമ്പാവൂരിൽ വ്യക്തമാക്കി. ഇലക്ഷൻ കാലത്ത് BJPയുടെ ഏറ്റവും വലിയ തുരുപ്പിച്ചിട്ട് രാജ്യസുരക്ഷ, ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നായിരുന്നു. BJP അധികാരത്തിൽ വന്നപ്പോൾ ഭീകരവാദ ആക്രമണം ശക്തിപ്പെടുകയാണ് ഉണ്ടായത്. സൈനികർ തന്നെ 1000-ഓളം സൈനികർ വിവിധ സന്ദർഭങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഭീകരവാദത്തിനെതിരാണ് നമ്മുടെ രാഷ്ട്രം. ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണം. അതിന് സൈന്യം സ്വീകരിക്കുന്ന നടപടിക്ക് പിന്നിൽ നമ്മുടെ രാഷ്ട്രം ഒറ്റക്കെട്ടായി സൈന്യത്തിന്റെ കൂടെ നിൽക്കും. സൈന്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നിലപാടും നമ്മുടെ രാഷ്ട്രം അംഗീകരിക്കാൻ പോകുന്നില്ല. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന LDFന്റെ തെക്കൻ മേഖല കേരള സംരക്ഷണ യാത്ര എറണാകുളം ജില്ലയിൽ 2ാം ദിനം പര്യടനം തുടരുന്നു. പെരുമ്പാവൂരിലാണ് ഇന്ന് ആദ്യ സ്വീകരണം ലഭിച്ചത്. അങ്കമാലി, ആലുവ, കളമശ്ശേരി എന്നിവിടങ്ങളിലും ഇന്ന് ജാഥ പര്യടനം നടത്തും. ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി LDF കേരള സംരക്ഷണ യാത്രയുടെ വടക്കൻ മേഖലാ ജാഥ പാലക്കാട് ജില്ലയിൽ പര്യടനം തുടരുന്നു. 2ാം ദിനമായ ഇന്ന് ഒറ്റപ്പാലത്താണ് ആദ്യ സ്വീകരണം നൽകിയത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ജാഥ ഇന്ന് ചിറ്റൂരിൽ സമാപിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ളത് അസമിലാണ്. പൗരത്വ നിയമ ഭേദഗതി ബില്ലും പൗരത്വ പട്ടിക വിവാദവും തിരിച്ചടി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് BJP. ഹിന്ദുത്വവാദം പ്രാദേശിക ഗോത്രങ്ങളുടെ സ്വത്വത്തെ ഹനിക്കുന്നതും BJPക്ക് തിരിച്ചടിയാകും. BJP ഘടകകക്ഷികൾ തന്നെ ഇതിൽ അസ്വസ്ഥരാണ്. ബംഗാളി മുസ്ലിം വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാൻ BJP ശ്രമിക്കുമ്പോൾ മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് നേട്ടമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമം.
അസം പൗരത്വ പട്ടികയിൽ തുടങ്ങി പൗരത്വ ഭേദഗതി ബിൽ വരെ എത്തി നിൽക്കുമ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ അസ്വസ്ഥമാണ്. സംഘർഷങ്ങളിലേക്ക് മേഖലയെ തള്ളിവിട്ടതിന് പിന്നിൽ BJP ആണെന്ന പൊതുവികാരം ശക്തമായുണ്ട് അസമിൽ. 14 സീറ്റുകളുള്ള സംസ്ഥാനത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കരുത്തറിയിച്ച BJP തൊട്ടുപിന്നാലെ സംസ്ഥാന ഭരണവും പിടിച്ച് വൻ ശക്തിയായി. എന്നാൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന മേൽക്കൈ പൗരത്വ ഭേദഗതി ബില്ലോടെ BJPക്ക് നഷ്ടമായി. ബില്ലിനെതിരെ ശബ്ദിച്ച് അസം ഗണപരിഷത്ത് മുന്നണി വിട്ടതും BJPക്ക് കൂടുതൽ ക്ഷീണമേൽപ്പിച്ചു. എന്നാൽ അസം ഉടമ്പടിയുടെ 6ാം വകുപ്പ് നടപ്പാക്കുമെന്ന് ഉറപ്പു നൽകി അനുകൂല സാഹചര്യം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് BJP. തദ്ദേശീയരെക്കാൾ ബംഗാളി മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നത് BJP പ്രചരണ വിഷയമാക്കും. ഇതുവഴി അസമീസ് ഗിരിവർഗ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം BJP ലക്ഷ്യമിടുന്നു. അസമികളുടെ പിന്തുണ ലക്ഷ്യമാക്കിയാണ് സംഗീതജ്ഞൻ ഭൂപൻ ഹസാരികയ്ക്ക് കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകിയത്. മുസ്ലിം വോട്ടുകളെ എത്രത്തോളം ഏകീകരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നത് തെരഞ്ഞെടുപ്പ് ചിത്രത്തെ കാര്യമായി സ്വാധീനിക്കും. പൗരത്വ ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസ്സാകാഞ്ഞതിന് കാരണം തങ്ങളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമാക്കിയാണ്. അധികാരം നഷ്ടമായെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനത്തിൽ BJPയേക്കാൾ മുന്നിലാണ് കോൺഗ്രസ്. BJP സഖ്യം വിട്ട അസം ഗണപരിഷത്ത് തനിച്ചു മത്സരിക്കുമോ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. ബദറുദ്ദീൻ അജ്മലിന്റെ പാർട്ടിയായ AIUDF ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തികളാണ്. മാറിമറിയുന്ന ഗോത്രവിഭാഗങ്ങളുടെ നിലപാടുകൾ, ഏതു നിമിഷവും മുന്നണി വിടുന്ന പാർട്ടികൾ, ക്ഷണനേരം കൊണ്ട് പാർട്ടി മാറുന്ന നേതാക്കൾ, ഇവയൊക്കെ വടക്ക് കിഴക്കൻ മേഖലയുടെ രാഷ്ട്രീയ സവിശേഷതയാണ്. ഈ സ്വഭാവം അസമിലും പ്രകടമായതിനാൽ അന്തിമ ചിത്രം തെളിയാൻ ഒരുപക്ഷെ വോട്ടെണ്ണൽ വരെ തന്നെ കാത്തിരിക്കേണ്ടി വരും. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്തനംതിട്ടയിലെ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്ന ആവശ്യം ഉയർന്നതാണ് ഭിന്നതയ്ക്ക് കാരണം. അതേസമയം ജില്ലയിൽ നിന്നുള്ള യോഗ്യരായ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി DCC കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ചു. ആന്റണി MPയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിൽ കരുനീക്കങ്ങൾ നടക്കുന്നുവെന്ന സൂചനകൾക്കിടയിലാണ് DCCയുടെ തീരുമാനം. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ആന്റണിക്കെതിരെ നേതാക്കൾ സംഘടിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പുകളിൽ അവഗണിക്കുന്നു എന്ന ആക്ഷേപം മുമ്പും ഉയർന്നു കേട്ടിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ ആന്റണി മൂന്നാമതും മത്സരിക്കും എന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് A ഗ്രൂപ്പിന് മേൽക്കൈയുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ ആന്റോയ്ക്കെതിരെ ഒന്നിക്കുന്നത്. രണ്ടും അതിലേറെ തവണ ജയിച്ചവർക്ക് പകരം പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ചില നേതാക്കന്മാർ കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിലാണ് യോഗ്യതയുള്ള 3 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ DCC തീരുമാനിച്ചത്. ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയമെന്ന് DCC പ്രസിഡന്റ് ബാബു ജോർജും വ്യക്തമാക്കി. സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നില്ല. പക്ഷേ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം 3 പേരുടെ പാനൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് നൽകുന്നതാണ്. അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ആരെ വേണമെങ്കിലും സ്ഥാനാർത്ഥിയാക്കാം. നേരത്തെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്ക് പത്തനംതിട്ടയിലെത്തിയപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ കത്തുകൾ നൽകിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആന്റണിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് നേതാക്കൾ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കേരളത്തിലെ വിജിലൻസ് വകുപ്പിന് ദേശീയ അംഗീകാരം. രാജ്യത്തെ ഏറ്റവും മികച്ച വിജിലൻസ് സംവിധാനമുള്ളത് കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് കേരള വിജിലൻസിന് അംഗീകാരം നൽകിയത്. വിരമിക്കുന്നതിന് തൊട്ടുപിന്നാലെ വിജിലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചത്. തന്റെ സുദീർഘമായ സർവീസ് ജീവിതകാലത്തുടനീളം സഹകരിച്ച് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയാണ് വിജിലൻസ് ഡയറക്ടർ മുഹമ്മദ് യാസിൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത്. തന്റെ കാലത്ത് വിജിലൻസിനെ ഔന്നത്യത്തിൽ എത്തിക്കാനായെന്നും ഇതിന്റെ തെളിവാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിജിലൻസ് ഡിപ്പാർട്ട്മെന്റായി കേരളത്തെ തെരഞ്ഞെടുത്തതെന്നും യാസിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. నేషనల్ క్రైమ్ రికార్డ్ బ్యూరో కేరళ విజిలెన్స్ నంబర్ 1 ആണ്. డేటా పోర్టల్ సప్లైలో ಎಲ್ಲ ಕಾರ್ಯಕ್ರಮಗಳು ಮೋಸ್ಟ್ ಪ್ರಾಂಪ್ಟ್ ಬೆಸ್ಟ್ ವಿಜಿಲೆನ್ಸ್ കേരള വിജിലൻസ് ആറാറുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്, അത് മനസ്സിലാക്കണം. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഇന്നലെ ഒരു കത്ത് വന്നിട്ടുണ്ട്. ഇത് കേരള വിജിലൻസ് ആന്റി കറപ്ഷൻ കിട്ടിയ ഒരു അംഗീകാരമാണ്.
സമീപകാലത്ത് ട്രാപ്പ് കേസുകളിലും മിന്നൽ പരിശോധനകളും വഴി അഴിമതിക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതായും യാസിൻ പറഞ്ഞു. തനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ പിന്തുണ കൊണ്ടാണെന്നും യാസിൻ കൂട്ടിച്ചേർത്തു. 1986 ബാച്ച് IPS ഓഫീസറായ മുഹമ്മദ് യാസിൻ തലശ്ശേരി ASP ആയിട്ടാണ് സർവീസിൽ പ്രവേശിച്ചത്. മുഹമ്മദ് യാസിന് IPS ഉദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ചേർന്ന് യാത്രയയപ്പ് നൽകി. പേരൂർക്കട SAP ക്യാമ്പിൽ ചേർന്ന വിടവാങ്ങൽ ചടങ്ങിൽ മുതിർന്ന IPS ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മുഹമ്മദ് യാസിൻ വിജിലൻസ് ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞതിന് പിന്നാലെ ദക്ഷിണ മേഖല ADGP അനിൽകാന്തിനെ വിജിലൻസിലേക്ക് മാറ്റി നിയമിച്ചു. ഡയറക്ടറുടെ ഒഴിവ് പിന്നാലെ നികത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾക്ക് കോൺഗ്രസ് സമീപനം തിരിച്ചടിയാകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ബന്ധുക്കളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റിലേക്കും സമരം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനം. CBI അന്വേഷണം വന്നാൽ കൊലക്കേസിൽ CPIM നേതാക്കളെയും പ്രതി ചേർക്കാൻ വഴി തേടുകയാണ് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം.